റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. എക്സൈസ് വകുപ്പിൽ മന്ത്രി അറിയാതെ വിചിത്ര പരിഷ്കാരവുമായി എക്സൈസ് കമ്മീഷണർ എം.ആർ. അജിത് കുമാർ. എക്സൈസ് ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് എസ്കോർട്ട് പോകണമെന്നാണ് നിർദ്ദേശം. മന്ത്രിയുടെ പരിപാടി നടക്കുമ്പോൾ അതത് ജില്ലകളിലെ ഉദ്യോഗസ്ഥർ എസ്കോർട്ട് നൽകണം. എസ്കോർട്ട് നൽകുന്ന ദിവസം എൻഫോഴ്സ്മെന്റ് നടപടികൾ വേണ്ടെന്നും കമ്മീഷണറുടെ വിചിത്ര നിർദ്ദേശം. നിർദ്ദേശത്തിൽ മന്ത്രിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നറിയുന്നു. അതേസമയം മന്ത്രിക്ക് ബ്രീഫ് ചെയ്യുന്നതിലുണ്ടായ വീഴ്ചകൾ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് എം.ആർ. അജിത് കുമാറിന്റെ വിശദീകരണം. റാഹിസ് റഷീദ് ചേരുന്നു. റാഹിസ് റഷീദ്, പോലീസ് പോലെ ഒരു സേനയല്ല എക്സൈസ് വകുപ്പ്. ഇതേപോലെ എസ്കോർട്ട് പോകേണ്ട പണി എക്സൈസ് വകുപ്പിന് ഇല്ലതാനും. അത് നിലവിൽ പോലീസ് വൃത്തികെട്ട പണി ചെയ്യുന്നുണ്ട്. അടിമുടി പോലീസുകാരനായ എം.ആർ. അജിത് കുമാറിന്റെ എക്സൈസിന്റെ യൂണിഫോം കണ്ടപ്പോൾ പോലീസുകാരൻ നിന്ന് മാറിപ്പോയതാണോ? എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ മന്ത്രിക്ക് വലിയ അതൃപ്തിയുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെ ഒരു ഉത്തരവ്, എന്റെ ആവശ്യം എന്തെന്നാണ് മന്ത്രി ചോദിക്കുന്നത്. ഞാൻ അറിയാതെ ഇങ്ങനൊരു ഉത്തരവിടുന്നതിന്റെ ഉത്തരവാദിത്വം എനിക്കില്ല. ഇതെന്താണ്, ഇത് ഞാൻ കമ്മീഷനോട് ചോദിക്കുമെന്ന് തന്നെയാണ് മന്ത്രി പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം? റാഹിസ് റഷീദ്. അരുൺകുമാർ, എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് അറിയാതെയാണ് എക്സൈസ് കമ്മീഷണറായ എം.ആർ. അജിത് കുമാർ വിചിത്രമായ ഒരു നിർദ്ദേശം ഇന്നലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്കും ജോയിന്റ് കമ്മീഷണർമാർക്കും നൽകിയത്. മന്ത്രി അതാത് ജില്ലകളിലെത്തുമ്പോൾ മന്ത്രിക്ക് ഡെപ്യൂട്ടി കമ്മീഷണർ എസ്കോർട്ട് പോകണം. അതായത് എം.ബി. രാജേഷ് ഏത് ജില്ലയിലാണോ എത്തുന്നത് ആ ജില്ലയിൽ എസ്കോർട്ട് പോകണം എന്ന ഒരു നിർദ്ദേശമാണ് എം.ആർ. അജിത് കുമാർ നൽകിയത്. ഇതിൽ മന്ത്രി എം.ബി. രാജേഷിന് പൂർണ്ണമായ അതൃപ്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസ് ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ എം.ബി. രാജേഷിന്റെ ഓഫീസ് എം.ആർ. അജിത് കുമാറിനോട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചിരുന്നു. അതിൽ എം.ആർ. അജിത് കുമാർ മന്ത്രി ഓഫീസിന് നൽകിയ മറുപടി എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ എക്സൈസ് മന്ത്രി ഓരോ ജില്ലയിലും എത്തുമ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ മന്ത്രിയെ കണ്ട് ആ ജില്ലയിൽ നടക്കുന്ന എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്ന ഒരു രീതി പരമ്പരാഗതമായി ഉണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ചില ഡെപ്യൂട്ടി കമ്മീഷണർമാർ അങ്ങനെ മന്ത്രി എത്തുന്ന സമയം മന്ത്രിക്ക് മുന്നിലെത്തി ബ്രീഫ് ചെയ്യാറില്ല. അതുകൊണ്ട് അത് ബ്രീഫ് ചെയ്യണം. മന്ത്രി ജില്ലയിൽ വരുമ്പോൾ മന്ത്രിയെ വന്ന് കാണണം. ആ ജില്ലയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട നടക്കുന്ന കാര്യങ്ങൾ മന്ത്രിയെ അറിയിക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതല്ലാതെ മന്ത്രി പോകുന്ന പരിപാടിക്കെല്ലാം അദ്ദേഹത്തിനൊപ്പം പോലീസ് എസ്കോർട്ട് പോകുന്നത് പോലെ പോകണം എന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന വിശദീകരണമാണ് എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് എക്സൈസ് കമ്മീഷണർ എം.ആർ. അജിത് കുമാർ നൽകിയിരിക്കുന്നത്. ഇത്തരമൊരു നീക്കം എം.ആർ. അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ കടുത്ത അതൃപ്തി മന്ത്രിക്കുണ്ട്. അത് മന്ത്രിയുടെ ഓഫീസ് എക്സൈസ് കമ്മീഷണറെ അറിയിച്ചിട്ടുമുണ്ട്. അരുൺകുമാർ. ഓക്കെ, ഇപ്പോൾ മന്ത്രി മനസ്സിൽ കരുതുന്നത് എം.ആർ. അജിത് കുമാർ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് കേട്ടോ എന്നായിരിക്കും.